സർക്കാർ അഭിഭാഷകരുടെ നിയമനത്തിൽ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ തർക്കം തുടരുന്ന വിവരം. നിയമനങ്ങളിലെ കൃത്രിമത്വം പുനഃപരിശോധിക്കാൻ ജനറൽ ബോഡി വിളിച്ചു ചേർക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. മറ്റ് പാർട്ടിക്കാരുടെ നിയമനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പുകമറയിലാക്കിയെന്നും വിമർശനമുയർന്നു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സാപ്പ് ചാറ്റ് പുറത്തു വന്നു. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, എന്താണ് വിവരങ്ങൾ? ഒരുപക്ഷെ ഈ 10 കൊല്ലമായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു, ഒരു അവസരം വന്നപ്പോൾ മറ്റു പാർട്ടിക്കാർ കൊണ്ടുപോകുന്നു എന്നൊക്കെ ചില രോദനങ്ങൾ ചില ഏരിയകളിൽ നിന്ന് കേട്ടു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. ആ ഒരു ആക്ഷേപം തന്നെയാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷമായി കാത്തിരുന്നിട്ട് ഇപ്പോൾ ഈ ഗവൺമെന്റ് അഭിഭാഷകരെ നിയോഗിക്കുന്ന ഒരു സമയത്ത് മറ്റു പാർട്ടിക്കാർ കയറുന്നു, അല്ലെങ്കിൽ ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അവിടെ വിജയിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രധാനമായും ഈ വാട്സപ്പ് ചാറ്റുകളുടെ ഒക്കെ ഒരു ചുരുക്കമുള്ളത്. ഇതിപ്പോൾ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നടന്നിട്ടുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം KB പ്രദീപിനെ നിയോഗിക്കുന്നു ഗവൺമെന്റ് ലീഡറായി, പിന്നീട് അത് തിരിച്ചെടുക്കുന്നു, അതിൽ നിന്ന് യു ടേൺ അടിക്കുന്നു. ഇതൊക്കെ തന്നെ സർക്കാരിനെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയൊക്കെ ഒരു പുകമറയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ, അത് ഈ ലോയേഴ്സ് കോൺഗ്രസിലൊക്കെ തന്നെ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്തുകയും അവർക്ക് ശക്തമായ താക്കീത് നൽകണം എന്നുള്ളതുമാണ് ഈ ഗ്രൂപ്പിലെ ഒരു കാര്യമുള്ളത്. ഒപ്പം തന്നെ ജനറൽ ബോഡി ഉടൻ തന്നെ വിളിച്ചു നിൽക്കണം, ഇതിൽ വലിയ കൃത്രിമത്വം നടന്നിട്ടുണ്ട്, അത് കണ്ടെത്തുകയും വേണം എന്നുള്ളതും ഈ ആവശ്യമായി തന്നെ പല വക്കീലന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു തർക്കം, രണ്ട് വിഭാഗമായി തന്നെയുള്ളൊരു തർക്കം അതിൽ നടക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 133 പ്ലീഡർമാരെയായിരുന്നു ഹൈക്കോടതിയിൽ നിയോഗിക്കേണ്ടത്. അതിൽ ഏകദേശം 90 എണ്ണം പൂർത്തിയായിരിക്കുന്നു. ഇനിയുള്ള 43 പ്ലീഡർമാരെ നിയോഗിക്കുമ്പോഴെങ്കിലും കർശനമായിട്ടുള്ള ജാഗ്രത അതിൽ പുലർത്തണം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രധാനമായിട്ടും അവർ തീരുമാനിച്ചിരുന്നത് സർക്കാർ. അത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിലെ പ്രവർത്തകരൊക്കെ തന്നെ ആയിരിക്കണം എന്നുള്ളത് കൂടിയാണ്. പി ജിൻഡോ ജോണിനെയൊക്കെ പോലുള്ളവർ ഇത് തുറന്നു പറയുകയും ചെയ്തു. കാരണം ഗവൺമെന്റ് പ്ലീഡർ എന്നുള്ള പദവി അത് ഒസ്യത്ത് നൽകേണ്ടതല്ല, അത് ഈ 10 വർഷം കാത്തിരുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളെ തന്നെ പരിഗണിക്കണം എന്നുള്ള ആവശ്യം പല കോണിൽ നിന്നും ഉയരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ അഡ്വക്കേറ്റ്മാരുടെ പഴിചാരലും ഒപ്പം തന്നെ അവരുടെ രോദനവും പുറത്തേക്ക് വരുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.